നമസ്കാരം. നാടിൻ്റെ നാവറിയാൻ നേരറിയാൻ നാട്ടുവട്ടം വാർത്തകൾ. ഞങ്ങളിന്ന് ലെനിൻ്റെ 100ാം ചരമശതാബ്ദിയാണ്. അതുകൊണ്ട് മറ്റ് വാർത്തകളെല്ലാം മാറ്റിവെക്കുകയാണ്. ലോകത്തിനാകെ മാനവ ചരിത്രത്തിൽ മനുഷ്യനെ ഒന്നായി കാണാൻ, സ്നേഹത്തോടെ കാണാം, എല്ലാവർക്കും ഒരേപോലെ പങ്കിടാൻ, നന്മയുടെയും സ്നേഹത്തിൻ്റെയും ആർജവത്തിൻ്റെയും ഒരു പുതുലോകം സൃഷ്ടിക്കാൻ വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച ഒരു മഹാനായ മനുഷ്യൻ. ഒരുപക്ഷെ നമ്മളാരും അദ്ദേഹത്തെ ജീവിതത്തിൽ കണ്ടിട്ടില്ലെങ്കിലും സോവിയറ്റ് റഷ്യയിൽ, ഇപ്പോഴത്തെ റഷ്യയല്ല, പഴയ സോവിയറ്റ് റഷ്യയിൽ നമ്മൾ മനസ്സിലാഗ്രഹിച്ച, നിങ്ങൾ വിശ്വാസികളാവട്ടെ അവിശ്വാസികളാവട്ടെ, നമ്മൾ ഓരോ മനുഷ്യനോട് സ്നേഹമുള്ള, പ്രകൃതിയോട് സ്നേഹമുള്ള എല്ലാ മനുഷ്യരും ആലോചിച്ച ഒരു സമത്വസുന്ദര സുരഭില മാനവലോകം പടുത്തുയർത്താൻ ശ്രമിച്ച ആ മഹാമനുഷ്യനെ വളരെ തീവ്രമായി ഓർക്കാനുള്ള ഒരു ദിവസമാണ്. നമ്മുടെ ഇടയിൽ ലെനിൻ ഒരു വ്യത്യസ്തനായ മനുഷ്യനാണ്. അദ്ദേഹം ലോകമറിയുന്ന മഹാപ്രതിഭയാണ്, വിപ്ലവത്തിൻ്റെ ആചാര്യനാണ്. അതുപോലെ തന്നെ നമ്മുടെ ഇടയിൽ നമ്മളോട് തൊട്ടുരുമി, നമ്മളോട് ചേർന്ന് നിന്ന്, നമ്മളോട് കിന്നാരം പറഞ്ഞ്, സല്ലാപം പറഞ്ഞ്, സ്നേഹം പറഞ്ഞ്, ചിരിച്ച് കളിച്ച് ഹസ്തദാനം ചെയ്ത് നടക്കുന്ന ഒത്തിരി മനുഷ്യരുണ്ട്. അവർ നമ്മളെക്കാൾ എത്രയോ വ്യത്യസ്തരാണ്. ഒരു ജീവിതം മുഴുവൻ ഇത്തരം കാര്യങ്ങൾ ശേഖരിക്കാനും അത് വളരെ ചിട്ടയോടെ അടുത്ത് വരുന്ന സമൂഹത്തിനായി, തലമുറയ്ക്കായി കരുതി വെക്കാനും ഒരു പ്രതിഫലവും പ്രതീക്ഷിക്കാതെ ചെയ്യുന്ന വലിയൊരു മനുഷ്യൻ. ഞാൻ ഫെസ്റ്റസ് മനോജ് എന്ന കോളേജ് അധ്യാപകൻ. അദ്ദേഹം ലെനിനെക്കുറിച്ച് ശേഖരിച്ച് വെച്ച അപൂർവങ്ങളായ ചില വസ്തുക്കളുടെ പ്രദർശനവും, അത് നാളേക്ക് വേണ്ടി, നാളത്തെ കുട്ടികൾക്ക് വേണ്ടി, നാളത്തെ നന്മയുടെ ചിരികളായി അത് മാറും. അദ്ദേഹത്തിൻ്റെ ലെനിനെക്കുറിച്ചുള്ള വിവരങ്ങൾ മാത്രം പറയാനാണ് ഇന്ന് നാട്ടുവട്ടം വാർത്ത ശ്രമിക്കുന്നത്. മറ്റെല്ലാ വാർത്തകളും ഞങ്ങൾ മാറ്റിവെച്ച് സ്പെഷ്യൽ ബുള്ളറ്റിനായി ലെനിൻ്റെ 100ാം ചരമശതാബ്ദിയും ഒപ്പം ഫെസ്റ്റസ് മനോജിൻ്റെ അധ്വാനത്തിൻ്റെ അറിവും ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുന്നു. കഴിയുന്നത്ര ഇത് വാർത്തയുടെ ഞങ്ങളുടെ പ്രചരണം എന്ന നിലയിലല്ല, മനോജ് സാർ ചെയ്ത വലിയ പ്രവർത്തനം ഒരുപാട് പേരിലേക്ക് എത്തേണ്ടതുണ്ട്. അതിനുവേണ്ടി നിങ്ങൾ കഴിയുന്നത്ര ഈ വാർത്ത ഷെയർ ചെയ്യുകയും കൂടുതൽ പേരിലേക്ക് എത്തിക്കുകയും ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. നമുക്ക് ലെനിൻ്റെ കൗതുക വാർത്തകളിലേക്ക്, ഒപ്പം മനോജ് സാറിൻ്റെ അധ്വാനത്തിലേക്ക് നമുക്ക് പോകാം. ഓരോ സുന്ദര നിമിഷവും അമൂല്യമാക്കുന്നു. ഇനി സൗന്ദര്യം തിളങ്ങട്ടെ. ചിന്നൂസ് ഫാഷൻ ജുവലേഴ്സ്, കുണ്ടറ. വിളംബരത്തിന്റെ നാട്ടിൽ വിശ്വസ്തതയുടെ നാമം. ലെനിൻ സ്മരണയ്ക്ക് 100 ആണ്ട്. ഫെസ്റ്റസ് മനോജിന്റെ ശേഖരത്തിൽ ലെനിൻ എന്നും യൗവനം തുടിക്കുകയാണ്. ലോകത്തെ ആദ്യ ജനകീയ ജനാധിപത്യ വിപ്ലവം നയിച്ച വ്ളാഡിമിർ ഇലീച്ച് ലെനിൻ കടന്നുപോയിട്ട് ഇന്ന് 100 ആണ്ട് തികയുമ്പോൾ വിപ്ലവകാരിയുടെ സ്മരണ നിലനിർത്തുന്ന ശേഖരങ്ങൾ കൊണ്ട് സമ്പുഷ്ടമാണ് കുണ്ടറ സ്വദേശി ഫെസ്റ്റസ് മനോജിൻ്റേത്. അപൂർവങ്ങളായ ലെനിൻ ചിത്രം ആലേഖനം ചെയ്ത വസ്തുക്കളുടെ നീണ്ട നിര തന്നെയുണ്ട് മനോജിൻ്റെ പക്കൽ. കുണ്ടറ ഇളമ്പള്ളൂർ മനോരേഷ്മയിൽ മനോജ് നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന വിപ്ലവ സ്മരകളുടെ ശേഷിപ്പുകൾ നിരവധിയാണ്. ലെനിൻ്റെ 100ാം ജന്മദിനത്തോടനുബന്ധിച്ച് പുറത്തിറക്കിയ റഷ്യൻ നാണയമായ 1 റൂബിൾ, ഒക്ടോബർ വിപ്ലവത്തിൻ്റെ 50ാം വാർഷികം പ്രമാണിച്ച് പുറത്തിറക്കിയ 50 കോപ്പെക്സ് നാണയം, ഒക്ടോബർ വിപ്ലവത്തിൻ്റെ 60ാം വാർഷികത്തിൽ പുറത്തിറക്കിയ 1 റൂബിൾ നാണയം, ഇങ്ങനെ ലെനിൻ ചിത്രത്തോടെയുള്ള നിരവധി നാണയങ്ങളും നിരവധി കറൻസി നോട്ടുകളും മനോജിൻ്റെ പക്കലുണ്ട്. മിക്ക കറൻസി നോട്ടുകളിലും ആലേഖനം ചെയ്തിരിക്കുന്നത് ലെനിൻ്റെ അർദ്ധകായ പ്രതിമയുടെ രൂപമാണെങ്കിലും 1937 പുറത്തിറക്കിയ 1 ചെർണോസവ് നോട്ടിലും 5 ചെർണോസവ് നോട്ടിലും ലെനിൻ്റെ യഥാർത്ഥ ചിത്രം നമുക്ക് കാണാം. വിവിധ രാജ്യങ്ങൾ ലെനിൻ സ്മരണാർത്ഥം പുറത്തിറക്കിയ തപാൽ സ്റ്റാമ്പുകളുടെ വൻ ശേഖരവും മനോജിൻ്റെ പക്കലുണ്ട്.
1986 ജർമ്മനി പുറത്തിറക്കിയ സ്റ്റാമ്പിൽ മാർക്സ്, ഏംഗൽസ്, ലെനിൻ എന്നിവരുടെ ചിത്രങ്ങളാണ് ആലേഖനം ചെയ്തിട്ടുള്ളത്. 1961 അൽബേനിയ പുറത്തിറക്കിയ സ്റ്റാമ്പിലും ലെനിൻ ചിത്രമുണ്ട്. 1970 ലെനിൻ്റെ 100-ാം ജന്മദിനത്തിലാണ് ഇന്ത്യ ലെനിൻ്റെ ചിത്രം ആലേഖനം ചെയ്ത സ്റ്റാമ്പ് പുറത്തിറക്കിയത്. കൂടാതെ റുമേനിയ, ചെക്കോസ്ലാവാക്യ, ക്യൂബ, ഹംഗറി, പോളണ്ട്, ടോഗോ തുടങ്ങിയ രാജ്യങ്ങൾ പുറത്തിറക്കിയ സ്റ്റാമ്പുകളും മനോജ് സ്വന്തമാക്കിയിട്ടുണ്ട്. അതേസമയം സോവിയറ്റ് യൂണിയൻ പുറത്തിറക്കിയത് ലെനിനുമായി ബന്ധപ്പെട്ട വിവിധ സ്മാരകങ്ങൾ കൂടി ഉൾപ്പെടുത്തിയുള്ള സ്റ്റാമ്പുകളാണ്. ലെനിൻ്റെ പേരിലുള്ള സർവകലാശാല, മോസ്കോയിൽ ലെനിൻ ഉപയോഗിച്ചിരുന്ന ഓഫീസ് മുറി, ലെനിൻ മ്യൂസിയം, ലെനിൻ്റെ ഓഫീസ് കെട്ടിടം, ലെനിൻ ആദ്യകാലത്ത് താമസിച്ചിരുന്ന കുടിൽ ഇവയൊക്കെയാണ് സ്റ്റാമ്പിൽ ചിത്രങ്ങളായത്. സോവിയറ്റ് യൂണിയൻ പുറത്തിറക്കിയ ലെനിൻ്റെ ചിത്രം ആലേഖനം ചെയ്ത മിനിയേച്ചർ ഷീറ്റും മനോജ് സ്വന്തമാക്കിയിട്ടുണ്ട്. 1970 ലെനിൻ്റെ 100-ാം ജന്മദിനത്തോടനുബന്ധിച്ച് ജർമ്മനി പുറത്തിറക്കിയ ബെർലിനിലെ ലെനിൻ സ്ക്വയർ ആലേഖനം ചെയ്ത ഫസ്റ്റ് ഡേ കവർ ഇക്കൂട്ടത്തിൽ വ്യത്യസ്തമാണ്. കയ്യൊപ്പോടു കൂടിയാണ് ഈ കവർ പുറത്തിറക്കിയിട്ടുള്ളത്. സോവിയറ്റ് യൂണിയനിൽ ലെനിൻ സംബന്ധിതയായി പ്രസിദ്ധീകരിച്ച പുസ്തകങ്ങളും മനോജിൻ്റെ കയ്യിലുണ്ട്. കോളേജ് അധ്യാപകനായ ഫെസ്റ്റസ് മനോജ് M.Com MBA ബിരുദധാരിയാണ്. ഇന്ത്യയിലെയും വിദേശ രാജ്യങ്ങളിലെയും നാണയങ്ങൾ, കറൻസി നോട്ടുകൾ, സ്റ്റാമ്പുകൾ, ക്യാമറകൾ, ക്ലോക്കുകൾ, റേഡിയോകൾ, ടൈപ്പ്റൈറ്ററുകൾ തുടങ്ങി പഴയകാല അപൂർവ വസ്തുക്കളുടെ വൻ ശേഖരമാണ് മനോജ് സ്വന്തമായി സൂക്ഷിച്ചിരിക്കുന്നത്. മാതാവ് ബിയാട്രീസിൻ്റെ നിർലോഭമായ പ്രോത്സാഹനമാണ് കുട്ടിക്കാലം മുതൽ മനോജ് ഈ മേഖലയിൽ ശ്രദ്ധ ചെലുത്താൻ കാരണമായത്. ഭാര്യ ജിലു ജോസഫും മകൻ അലക്സ് ക്രിസ്റ്റഫറും സൂക്ഷിപ്പുകാരായി ഇപ്പോഴും കൂടെയുണ്ട്. റെസ്റ്റോറന്റ്, കുറ്റിയിൽ ജംഗ്ഷൻ, മാമൂട്, കേരളപുരം. ഞങ്ങളുടെ സഹോദര സ്ഥാപനം കുറ്റിയിൽ ഈവന്റ് മാനേജ്മെന്റ്. ഹോം ഡെലിവറിക്കായി വിളിക്കൂ 9809512541 9446107567 9567288311 8943326520. പ്രസിദ്ധീകരിച്ചിരിക്കുന്ന കൾച്ചർ ആൻഡ് ലൈഫ് എന്ന ലെനിൻ്റെ ചിത്രത്തോടുകൂടിയ ഒരു മാഗസീനാണിത്. കവർ സ്റ്റോറി ലെനിനെ കുറിച്ചാണ്, അതുകൊണ്ടാണ് കവർ പേജിലും ലെനിൻ്റെ ചിത്രം വന്നിരിക്കുന്നത്. ലെനിനെ കുറിച്ചുള്ള നിരവധി ഫീച്ചറുകളും സ്റ്റോറീസും ഒക്കെയാണ് ഈ മാഗസീനിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. 1977 സോവിയറ്റ് യൂണിയനിൽ നിന്ന് പബ്ലിഷ് ചെയ്തതാണ്. നിരവധി ലെനിൻ ചിത്രങ്ങളൊക്കെ നമുക്കിതിൽ കാണാൻ കഴിയും. ഇതിൽ ലെനിൻ ഉപയോഗിച്ചിരുന്ന കാറിൻ്റെ ചിത്രമാണിത്. ദ കാർ യൂസ്ഡ് ബൈ ലെനിൻ 1921 and 22. ആ മ്യൂസിയത്തിൽ ഇപ്പോൾ അത് എക്സിബിറ്റ് ചെയ്യുന്നുണ്ട്. ലെനിൻ്റെ ചൈൽഡ്ഹുഡും യൂത്തും ആയിട്ടുള്ള മ്യൂസിയത്തിലെ ഭാഗത്തിൻ്റെ ചിത്രമാണ് ഈ കാണുന്നത്. സെൻട്രൽ ലെനിൻ മ്യൂസിയം, ആ മ്യൂസിയത്തിൻ്റെ ചിത്രവും അതിനുള്ളിൽ ആളുകൾ ആ സന്ദർശനം നടത്തുന്നതൊക്കെ ചിത്രങ്ങളാണ് നമുക്ക് ഈ മാഗസിനിൽ ഈ പേജിൽ കാണാൻ കഴിയുന്നത്. ഇത് പ്രധാനപ്പെട്ട 2 കറൻസി നോട്ടാണ്, നേരത്തെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇതിൽ പ്രത്യേകത എന്ന് പറയുന്നത് ലെനിൻ്റെ ചിത്രമാണ് നമുക്കിതിൽ കാണാൻ പറ്റുന്നത്. ഇതൊരു കറൻസി വിൽക്കുന്ന ഡീലറുടെ കയ്യിൽ ഇരിക്കുന്ന കണ്ടിട്ട് എൻ്റെ മകൻ ആവശ്യപ്പെട്ടു. അങ്ങനെ മകൻ പോയി കണ്ടെത്തിയതാണ് ഇത്. 1937 പ്രിൻ്റ് ചെയ്ത് സോവിയറ്റ് യൂണിയനിൽ നിന്ന് പുറത്തിറക്കിയ കറൻസി നോട്ടാണ്. ഞാൻ കോയിനുകളും കറൻസി നോട്ടും തപാൽ സ്റ്റാമ്പുകളും ഒക്കെ ശേഖരിക്കുന്ന സംഘടനയുണ്ട്. ന്യൂമിസ്മാറ്റിക്സ് ആൻഡ് ഫിലാറ്റലിക് അസോസിയേഷൻ എന്നാണ് അതിൽ പറയുന്നത്. കൊല്ലം ജില്ലയുടെ ക്ലബിലും
പത്തനംതിട്ട ജില്ലയുടെ ക്ലബിലും ആജീവനാന്ത അംഗമാണ്. അപ്പോൾ 37 വർഷമായി നാണയങ്ങളും കറൻസി നോട്ടും തപാൽ സ്റ്റാമ്പുകളും പുരാവസ്തുക്കളും ഒക്കെ ശേഖരിക്കുന്നുണ്ട്. സ്കൂളിൽ പഠിക്കുമ്പോൾ ഏതാണ്ട് 12ാമത്തെ വയസ്സിലാണ് ഈ ഒരു ഹോബി സ്റ്റാർട്ട് ചെയ്യുന്നത്. അന്ന് മുതൽ എൻ്റെ അമ്മയാണ് ഇതിന് വേണ്ട എല്ലാ പ്രോത്സാഹനം നൽകിക്കൊണ്ടൊക്കെ ഇരുന്നത്. ഒരുപാട് എക്സ്പെൻസീവായിട്ടുള്ളൊരു ഹോബിയാണ്. എൻ്റെ മാതാവിൻ്റെ ഒരു സപ്പോർട്ട് എന്നും എനിക്കിത് വളരെ വാല്യുബിളായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് സഹായിച്ചിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ മകനും ഭാര്യയെല്ലാം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മകനാണിപ്പോൾ ഇതെല്ലാം നോക്കുകയും ഒക്കെ ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. ഇതിൽ ഏറ്റവും വലിയൊരു സന്തോഷം ഉണ്ടായ കാര്യം എന്ന് പറയുന്നത് ലെനിൻ്റെ 100ാം ആ ഒരു മരിച്ചിട്ട് 100 വർഷമാകുന്ന ഈ ഒരു സമയത്ത് എൻ്റെ കയ്യിലുള്ള ഈ ഒരു എളിയ ശേഖരം ഇത്രയും വാർത്താ പ്രാധാന്യത്തോടെ എല്ലാ ആളുകളെയും എനിക്ക് അറിയിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു. കാരണം നമ്മുടെ ഒരു ലൈഫ് ടൈമിനിടയിൽ ഈ ഒരു 100ാമത്തെ വാർഷികം വരികയും എൻ്റെ കയ്യിലുള്ള ചെറിയ ഒരു കളക്ഷൻ എല്ലാ ആളുകൾക്കും കാണാനും മനസ്സിലാക്കാനും അറിവ് പകർന്നു തരുന്നതിനും ഉപകാരപ്പെട്ടതിൽ ഏറ്റവും സന്തോഷമുണ്ട്. മറ്റൊരു റയർ പിക്ചർ നമുക്ക് കാണാം. ഇത് ഒരു ലോക്കോമോട്ടീവ് എഞ്ചിൻ്റെ ചിത്രമാണിത്. ഇതിലാണ് ലെനിൻ 1917 ഓഗസ്റ്റിന് ഫിൻലൻഡിലേക്ക് പോയത്. ആ റെയിൽവേ ലോക്കോമോട്ടീവാണ് ഇതിനകത്ത് നമുക്ക് കാണാനെത്തുന്നത്. ഇതെല്ലാം വിവിധ ലെനിൻ്റെ ചരിത്രമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് തന്നെയാണ് ഈ മാഗസീനിലുള്ളത്. ലെനിൻ്റെ പ്രതിമയാണ് നമ്മളെ കാണുന്നത്, ലെനിൻഗ്രാഡിലുള്ള. അങ്ങനെ ഈ മാഗസീനിൽ എല്ലാം ലെനിനുമായിട്ട് ലെനിൻ്റെ ഒരു ഹിസ്റ്ററിയാണ് ഇതിനകത്ത് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിനെ കുറിച്ചുള്ള ഒരു ബ്രീഫ് ഹിസ്റ്ററി ഈ ഷീറ്റിൽ നമുക്ക് കാണാൻ പറ്റും. ഇത് ലെനിൻ്റെ ചിത്രം ആലേഖനം ചെയ്തിരിക്കുന്ന ഒരു നാണയമാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. 100ാമത്തെ ബർത്ത് ആനിവേഴ്സറിക്ക് പുറത്തിറക്കിയ നാണയമാണ്. അടുത്തതും ഒരു നാണയമാണ്. ഇത് ഒക്ടോബർ റവല്യൂഷൻ്റെ 50ാം വാർഷികത്തിന് സോവിയറ്റ് യൂണിയൻ പുറത്തിറക്കിയ നാണയമാണ്. ലെനിൻ്റെ കറൻസി നോട്ടുകളാണ് ഇതിൽ ആലേഖനം ചെയ്തിരിക്കുന്നത്. 25 രൂപയുടെയാണ്. 1961 പുറത്തിറക്കിയ 25 രൂപ കറൻസി നോട്ട്, 50 രൂപ, 100 രൂപ. ഇതിനകത്തെല്ലാം ലെനിൻ്റെ പ്രതിമയുടെ അർദ്ധകായ ചിത്രമാണ് ആലേഖനം ചെയ്തിരിക്കുന്നത്. അതിനുശേഷമുള്ളത് 200 രൂപ, 500 രൂപ, 1000 രൂപ. ഇതെല്ലാം ലെനിൻ്റെ ചിത്രങ്ങൾ നമുക്കിതിൽ കാണാൻ കഴിയും. അതിനുശേഷമുള്ളത് എൻ്റെ കറൻസി നോട്ടാണ്. ശരിക്കും ഇതിൽ ലെനിൻ്റെ റിയലായിട്ടുള്ള ഒരു ഫോട്ടോസ് നമുക്കിതിൽ കാണാൻ പറ്റുന്നുണ്ട്. ഇത് 2 1937 പുറത്തിറക്കിയ കറൻസി നോട്ടുകളാണ്. ചർണോത്സവ് എന്നാണ് ഇതിൻ്റെ പേര് പറയുന്നത്. ഇത് 25 രൂപയുടെ 2 കറൻസി നോട്ടാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ ഈ നമ്പറിന് മുമ്പേ ഉള്ള പ്രിഫിക്സ് ഇംഗ്ലീഷ് ആൽഫബറ്റാണ്. എന്നാൽ ഇതിനകത്ത് നമ്പറിന് മുൻപേ ഉള്ള പ്രിഫിക്സ് റഷ്യൻ ആൽഫബറ്റാണ്. അങ്ങനെ രണ്ട് അതാണ് ഇതിനകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം. നമുക്കിവിടെയും ആ നമ്പറിൽ ആ പ്രിഫിക്സ് ഇതിൽ രണ്ടിലും കാണാൻ കഴിയും. പിന്നീട് ലെനിൻ ചിത്രം ആലേഖനം ചെയ്തിരിക്കുന്ന വിവിധ തപാൽ സ്റ്റാമ്പുകളാണ് നമ്മൾ കാണുന്നത്. ഇതൊക്കെ സോവിയറ്റ് യൂണിയൻ പുറത്തിറക്കിയ സ്റ്റാമ്പുകളാണ്. ഇതിലെല്ലാം ലെനിൻ്റെ ചിത്രങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഇതെല്ലാം ലെനിൻ്റെ സ്റ്റാമ്പുകളാണ്. വ്യത്യസ്തങ്ങളായിട്ടുള്ള സോവിയറ്റ് യൂണിയനിലെ സ്റ്റാമ്പുകളാണിത്. ആദ്യം കാണുന്നത് ലെനിൻ യൂണിവേഴ്സിറ്റിയുടെ ചിത്രമാണ്. പിന്നീട് മോസ്കോയിലെ ലെനിൻ്റെ ഓഫീസ് റൂമാണ്. അടുത്തത് ലെനിൻ മ്യൂസിയത്തിൻ്റെ ബിൽഡിങ്ങിൻ്റെ ചിത്രമാണിത്. ലെനിൻ ഓഫീസ് ബിൽഡിങ്ങാണ്. ലെനിൻ്റെ ഹട്ടാണ് ഇതിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. വിവിധ രാജ്യങ്ങൾ പുറത്തിറക്കിയ ലെനിൻ സ്റ്റാമ്പുകളാണ്. ആദ്യത്തേത് ജർമ്മനി പുറത്തിറക്കിയ സ്റ്റാമ്പാണ് നമ്മൾ കാണുന്നത്. അതിൽ മാർക്സ്, എംഗൽസ്, ലെനിൻ 3 പേരുടെയും ചിത്രങ്ങൾ കാണാം. പിന്നീടുള്ളത് 1961 അൽബേനിയ പുറത്തിറക്കിയ സ്റ്റാമ്പ് തന്നെയാണ്. ഈസ്റ്റ് ജർമ്മനിയിൽ ലെനിൻ സ്റ്റാച്യു, അതായത് ഒരു ലെനിൻ സ്ക്വയറിൽ ഉള്ള ലെനിൻ സ്റ്റാച്യു ആലേഖനം ചെയ്തിരിക്കുന്ന ലെനിൻ ചിത്രമാണ് അതിൽ വന്നിരിക്കുന്നത്. ഇത് രണ്ടും ലെനിൻ സ്റ്റാമ്പുകൾ ജർമ്മനി പുറത്തിറക്കിയതാണ്. ഈ സ്റ്റാമ്പിൻ്റെ പ്രത്യേകത ലെനിൻ്റെ ബർത്ത് സെൻറ്റിനറിയായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യ പുറത്തിറക്കിയ തപാൽ സ്റ്റാമ്പാണ്. ഇദ്ദേഹത്തിൻ്റെ ജന്മത്തിൻ്റെ 100ാം വാർഷികത്തിൽ ലോകത്തിൽ വിവിധ രാജ്യങ്ങൾ പുറത്തിറക്കിയിട്ടുണ്ട്. അക്കൂട്ടത്തിൽ ഇന്ത്യയും പുറത്തിറക്കിയ സ്റ്റാമ്പാണത്. പിന്നീടുള്ളത് ഹംഗറി പുറത്തിറക്കിയ സ്റ്റാമ്പാണ്. 1970 പോളണ്ടിലുള്ള ലെനിൻ സ്റ്റാച്യുവിൻ്റെ ചിത്രമാണ് അതിൽ കാണാനുള്ളത്. അടുത്ത സ്റ്റാമ്പ് സോവിയറ്റ് യൂണിയൻ തന്നെ പുറത്തിറക്കിയതാണ്. ജന്മത്തിൻ്റെ 107ാം വർഷത്തിൽ സോവിയറ്റ് യൂണിയൻ പുറത്തിറക്കിയത്. പിന്നീടുള്ളതും സോവിയറ്റ് യൂണിയൻ പുറത്തിറക്കിയതാണ്. റഷ്യൻ റവല്യൂഷൻ്റെ 70ാം വാർഷികത്തിൽ പുറത്തിറക്കിയത്. മറ്റ് രാജ്യങ്ങൾ ആഫ്രിക്കൻ കോണ്ടിനെൻ്റിലെ ടോഗോ പുറത്തിറക്കിയതാണ്.
ചെക്കോസ്ലോവാക്യയുടെ 2 സ്റ്റാമ്പുകൾ നമുക്ക് കാണാം. ഈ ചെക്കോസ്ലോവാക്യ എന്ന് പറയുന്ന രാജ്യം ഇന്ന് ഇല്ല. ചെക്കോസ്ലോവാക്യ ഒരു ഡെഡ് നേഷനാണ് ഇന്ന്. ആ ഡെഡ് നേഷൻ പണ്ട് പുറത്തിറക്കിയ സ്റ്റാമ്പുകളാണിത്. റുമേനിയ, ക്യൂബ തുടങ്ങിയ രാജ്യങ്ങളിൽ പുറത്തിറക്കിയ സ്റ്റാമ്പുകൾ കാണാം. ഇതിൽ വിവിധങ്ങളായിട്ടുള്ള സോവിയറ്റ് യൂണിയൻ പുറത്തിറക്കിയ സ്റ്റാമ്പുകളാണ് നമുക്കിതിൽ കാണാൻ പറ്റുന്നത്. ഇത് ലെനിൻ്റെ ഒരു ശരിക്കുള്ള ഒരു ചിത്രം നമുക്ക് ഈ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഈ ഒരു സ്റ്റാമ്പിനകത്ത് കാണാൻ കഴിയും. ബാക്കി ഓരോ സ്റ്റാമ്പുകളും ഓരോ സന്ദർഭത്തിൽ സോവിയറ്റ് യൂണിയൻ പുറത്തിറക്കിയ സ്റ്റാമ്പുകളാണ് പിന്നീട് ഇതിൽ കാണാൻ കഴിയുന്നത്. ഇതും റഷ്യൻ സ്റ്റാമ്പുകളാണ്. ഈ ചിത്രത്തിൽ കാണുന്നതെല്ലാം സോവിയറ്റ് യൂണിയൻ പുറത്തിറക്കിയിട്ടുള്ള സ്റ്റാമ്പുകളാണ്. 1976 ലെനിൻ്റെ ചിത്രം ആലേഖനം ചെയ്തിരിക്കുന്ന ഒരു സോവിയറ്റ് യൂണിയൻ്റെ മിനിയേച്ചർ ഷീറ്റാണ് ഈ കാണുന്നത്. ഈ കവറിന് ഒരു പ്രത്യേകതയുണ്ട്. ഫസ്റ്റ് ഡേ കവർ എന്നാണ് ഇതിനെ പറയുന്നത്. ജർമ്മനി പുറത്തിറക്കിയ കവറാണിത്. 1900 1970 ജർമ്മനി പുറത്തിറക്കിയ ഫസ്റ്റ് ഡേ കവറാണിത്. ഇതിൽ ലെനിൻ്റെ കയ്യൊപ്പാണ് ഈ ചിത്രീകരിച്ചിരിക്കുന്നത്. ഒരു സ്ക്വയർ ബോക്സിനകത്ത് ലെനിൻ്റെ കയ്യൊപ്പ് അതിൽ നന്നായി പ്രിൻ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ പോസ്റ്റ് ഓഫീസിൽ സീൽ ഇതിൽ പതിപ്പിച്ചിട്ടുണ്ട്. ആ സീലിലും ലെനിൻ്റെ പേരും അദ്ദേഹത്തിൻ്റെ കയ്യൊപ്പും നമുക്കിതിൽ കാണാൻ പറ്റും. ഇതിൽ ആലേഖനം ചെയ്തിരിക്കുന്ന തപാൽ സ്റ്റാമ്പ് എന്ന് പറയുന്നത് ബെർലിനിലുള്ള ലെനിൻ സ്ക്വയർ, ലെനിൻ്റെ സ്റ്റാച്യു ഉണ്ട്, ലെനിൻ സ്ക്വയർ, ബെർലിനിലെ ലെനിൻ സ്ക്വയറാണ് ഇതിൽ തപാൽ സ്റ്റാമ്പായിട്ട് ആലേഖനം ചെയ്തിരിക്കുന്നത്.